ഹലോ ടെൻത്തിലേക്ക് ആങ്ങിപ്പോലെ CBSE ആണ്. എവിടെയാണ്? ഞാൻ നാലാഞ്ചിറ സർവോദയം. സർവോദയം. ടെൻത്തിലേക്ക് ആങ്ങിപ്പോലെ CBSE ആണ്. എവിടെയാണ്? ഞാൻ നാലാഞ്ചിറ സർവോദയം. സർവോദയം. പിണറായി വിജയൻ സാറിൻ്റെ കൊച്ചുമോനാ. എത്രയല്ല പഠിക്കുന്നത്? 10ാം ക്ലാസ്സിലെ. CBSE ആണോ? CBSE ആണ്. എവിടെയാണ് പഠിക്കുന്നത്? തിരുവനന്തപുരം നാലാഞ്ചിറ സർവോദയ. അടിപൊളി. സർക്കാർ സ്കൂളുകൾ അടിപൊളി സൂപ്പറാണെന്ന് പറഞ്ഞ് നടക്കുന്ന കമ്മികളൊക്കെ ഇതൊന്ന് കേൾക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം കയ്യിൽ ദമ്പടി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പ്രൈവറ്റ് സ്കൂളിൽ ആക്കത്തുള്ളൂ. അത് സ്വാഭാവികമാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ സമ്മതിക്കാം. മന്ത്രിയൊപ്പം വന്നതുകൊണ്ട് സ്കൂളുകളൊക്കെ ഭയങ്കര ഹൈടെക്കായി സൂപ്പറായി എന്നൊക്കെ വേണമെങ്കിൽ സമ്മതിക്കാം. പക്ഷേ എത്ര ഹൈടെക്കായെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കയ്യിൽ പൈസ ഉണ്ടോ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും അവനവൻ്റെ കുഞ്ഞുങ്ങളെ പ്രൈവറ്റ് സ്കൂളിൽ ആക്കത്തുള്ളൂ. സർക്കാർ ആശുപത്രിയുടെ കാര്യവും ഇത് തന്നെയാണ്. അവർ ഈ പറഞ്ഞ സാറ് പിണറായി വിജയൻ സാറും അങ്ങനെ തന്നെയാണല്ലോ. ചികിത്സയ്ക്ക് എവിടെയാണ് പോകുന്നത്? അമേരിക്കയ്ക്ക് പോകും. ഇവിടെ സർക്കാർ ആശുപത്രികളൊക്കെ ഭയങ്കര സൂപ്പറാണ്, ആരോഗ്യത്തിന് നമ്പർ 1 ആണെന്നൊക്കെയാണ് തള്ളി മറിക്കുന്നത്. പക്ഷേ അവനവൻ്റെ ആവശ്യം വരുമ്പോൾ അവരങ്ങനെ പോകും, അമേരിക്കയിൽ പോകും. ഈ പറയുന്ന ആൾക്കാരെല്ലാം ആണ് പറഞ്ഞത്. ഈ കമ്മികളാണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവനവൻ്റെ പിള്ളേരെ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് സ്കൂളിൽ ആക്കത്തുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് തന്തയ്ക്കും തള്ളയ്ക്കും അവനവൻ്റെ പിള്ളേർ നല്ല രീതിയിൽ പഠിക്കണമെന്ന്, പഠിച്ച് വളരണമെന്ന് അവർക്ക് ആഗ്രഹമില്ലേ? ഭാവി സുരക്ഷിതമാക്കണമെന്ന് ആഗ്രഹമില്ലേ? അപ്പോൾ അവർ പ്രൈവറ്റ് സ്കൂളിൽ ഈ കയ്യിൽ 5 പൈസ ഇല്ലാത്തവർ മാത്രമേ ഉള്ളൂ. അവിടെ രാഷ്ട്രീയം അല്ല, മനസ്സിലായോ? അതായത് ഞാൻ കമ്മി ആയതുകൊണ്ടോ കോൺഗ്രസ് ആയതുകൊണ്ടോ BJP ആയതുകൊണ്ടോ ഒന്നും അല്ല. കയ്യിൽ പൈസ ഇല്ല, 5ൻ്റെ പൈസ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ വേറെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ് സ്കൂളിലോട്ടും പിന്നെ ഒരു അസുഖം വരുമ്പോഴത്തേക്കും സർക്കാർ ആശുപത്രിയിലോട്ടും പോകുന്നത്. അല്ലാതെ കണ്ട് ഇതിനോടുള്ള സ്നേഹം മൂത്ത കൊണ്ടൊന്നും അല്ല. ഇനി ഒരു ചേച്ചി നമ്മുടെ സർക്കാർ സ്കൂളുകളെ പൊക്കിയടിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണാവേ. ആ ചേച്ചി ഇതൊക്കെ കണ്ട. ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ടും വന്നു. പക്ഷേ ഈ ഒരു റിസൾട്ട് ഐ ഫെൽറ്റ് വെരി പേഴ്സണൽ ഫോർ ദിസ് മാൻ. സ്കൂൾ കുട്ടികൾക്ക് വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഐ വുഡ് സേ ദീസ് പീപ്പിൾ ഡോണ്ട് ഡിസർവ് ലീഡേഴ്സ് ലൈക്ക് വി ശിവൻകുട്ടി. കേരളം കണ്ട ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ശിവൻകുട്ടി സാറാണെന്നുള്ളത് ഞാൻ പറയും. കാരണം ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്നത്തെയും ഇന്നത്തെയും വ്യത്യാസം എനിക്ക് നന്നായിട്ട് അറിയാം. 10 വർഷം മുന്നേ 40% ഗവൺമെന്റ് സ്കൂളുകൾ കൂട്ടിക്കെട്ടേണ്ട ഒരു അവസരത്തിൽ കുട്ടികൾ കൂട്ടത്തോടെ കൊഴിഞ്ഞു പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ മര്യാദയ്ക്ക് പാഠപുസ്തകങ്ങൾ പോലും വിതരണം ചെയ്യാതിരുന്ന ഒരു സമയത്ത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ ലോകോത്തര നിലവാരത്തിൽ എത്തിച്ചത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്തിലാണെന്നുള്ളത് ആർക്കും എതിരഭിപ്രായം ഇല്ലാത്തൊരു കാര്യമാണ്. ഈ ഭരണത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങുമ്പോൾ കൂടിയും ഈ വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ മുഴുവൻ റെഡിയാക്കിയിട്ടാണ് അദ്ദേഹം ആ കസാര ഒഴിയുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു കുട്ടിയും ടൂർ പോവാതിരിക്കരുത് എന്ന് പറഞ്ഞ ഒരു മന്ത്രിയും കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് നിയമത്തുകാരോടാണ് ചോദിക്കാനുള്ളത്, എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഇദ്ദേഹത്തെ ജയിപ്പിക്കാതിരുന്നത്? ഇങ്ങനെ കുറേ BGM കാര്യങ്ങളും ഒക്കെ കുത്തിക്കയറ്റി പൊക്കി അടിക്കാന്നുള്ളതല്ലാതെ ഈ നേതാക്കന്മാരുടെ മക്കൾ അല്ലെങ്കിൽ കൊച്ചുമക്കളൊക്കെ എന്തുകൊണ്ട് സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല? അവരതുപോലെ CBSE സ്കൂളിലും മറ്റുമൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സർക്കാർ സ്കൂളൊക്കെ അത്രയ്ക്കും മികച്ചാണെന്നുണ്ടെങ്കിൽ ഇവർ വേണ്ട മാതൃക കാണിക്കാണ്ട്. ഓക്കെ, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമക്കൾ ഇതേപോലെ സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത്, അന്നെന്താ അവരല്ല പഠിപ്പിക്കാത്തത്? ഈ പറഞ്ഞ ഈ ചേച്ചിയുടെ കയ്യിൽ അത്യാവശ്യം ദമ്പടി ഉണ്ടെങ്കിൽ അവരുടെ കുട്ടീനെ CBSE സ്കൂളിലല്ലേ ആക്കത്തുള്ളൂ. അല്ലാതെ ഞങ്ങളുടെ മന്ത്രിയപ്പൻ്റെ സ്കൂളാണ് വളരെ മികച്ചതാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ കൊച്ചു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചാൽ മതി എന്ന് ഇവർ വിചാരിക്കുമോ? ഒരിക്കലും ഇല്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്തെല്ലാവരും അന്തേണ്ടുള്ള അങ്ങനെയാണ്. അവനവൻ്റെ മക്കൾ നല്ല രീതിയിൽ പഠിച്ച് വളരണം എന്നാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പ്രൈവറ്റ് സ്കൂളിലാക്കും. സ്വാഭാവികമാണ്. തള്ളൽ ഒരു സ്ഥലത്ത് കിടക്കും, പക്ഷേ മക്കളുടെ ഭാവി വേറെ സ്ഥലത്തിരിക്കും. അതാണ്. പിന്നെ ഈ ചേച്ചി ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച് ഇങ്ങനെ പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ ഈ മന്ത്രി അപ്പൂപ്പനൊക്കെ ആയിരിക്കാം കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കുന്നതും കുഴിമന്തി കൊടുക്കുന്നതും അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ ടൂർ കൊണ്ടുപോകണമെന്ന് പറയുന്നതും അങ്ങനെ ഏതാണ്ടൊക്കെ സംഭവങ്ങളൊക്കെ ഓക്കെ ആയിരിക്കണം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. നമ്മുടെ സിലബസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണ് താങ്കളുടെ കാഴ്ചപ്പാടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേപ്പറെ പോലും നോക്കാതെ ഇന്നതൊക്കെയാണ് എൻ്റെ കാഴ്ചപ്പാട്, ഇന്നതൊക്കെയാണ് എൻ്റെ ദീർഘവീക്ഷണമെന്ന് അതുപോലെ സംസാരിക്കാൻ കഴിവുള്ളൊരു വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കണം. ഒരു ഉദാഹരണം പറയുകയാണ് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ്. അദ്ദേഹത്തിന് ടൂറിസ്റ്റ് മേഖലയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഐഡിയാസ് കാണും. അതുപോലെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയെയാണ് എൻ്റെ കാഴ്ചപ്പാടിലുള്ളത്. പക്ഷേ ഇവർക്കിതൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. എൻ്റെ കാഴ്ചപ്പാട് വെച്ചിട്ട് എൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. ഇതിപ്പം വിദ്യാഭ്യാസ മേഖല എന്നല്ല, ഏത് വകുപ്പാണെന്ന് പറഞ്ഞാൽ ആ വകുപ്പിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം. ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രം അനുസരിക്കണം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ കയ്യിലെ കളിപ്പാവ് മാത്രമായിട്ടുണ്ട് വെറും സൈൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരാളല്ല എൻ്റെ കാഴ്ചപ്പാടിലെ വിദ്യാഭ്യാസ മന്ത്രി എന്നല്ല ഏത് മന്ത്രിയും. ഇനിയെങ്കിലും ന്യായീകരണ ക്യാപ്സൂൾ തൊഴിലാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. നേതാക്കന്മാർ അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും അതുപോലെയുള്ള സ്കൂളുകളിൽ അവർ പഠിപ്പിക്കത്തുള്ളൂ. അത് മനസ്സിലാക്കിയാൽ മതി. അവരുടെ നിങ്ങൾ ഈ വെട്ടാനും കുത്താനും ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കും. പക്ഷേ അവരവരുടെ കാര്യം നോക്കി അവർ മുന്നോട്ട് പോകത്തുള്ളൂ. അവരവരുടെ ഫാമിലിയെ സേഫ് ആക്കുക. നിങ്ങൾ സേഫ് ആക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്.